കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. കേസ് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നിർദ്ദേശം നൽകി. കേസ് CBIക്ക് വിടണമെന്ന കുടുംബത്തിന്റെ ശുപാർശയ്ക്ക് പിന്നാലെയാണ് നടപടി. പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത് പറയും. ഓഗസ്റ്റ് 22-നാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാകുന്നത്. നടക്കാവ് പോലീസും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ ഈ കേസ് അന്വേഷിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് PV അൻവർ MLA മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഈ മാമിയെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്നുള്ളതായിരുന്നു അൻവറിന്റെ ആരോപണം. പിന്നാലെ കുടുംബവും നിലവിൽ നടന്നു വന്നിരുന്ന അന്വേഷണത്തിനെതിരെ രംഗത്ത് വന്നു. അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. കേസിൽ ഈ അജിത് കുമാറിനെ സംശയിക്കുന്നതായും ഈ മാമിയുടെ കുടുംബം വ്യക്തമാക്കി. പിന്നീട് അവർ ഹൈക്കോടതിയിൽ CBIക്ക് കേസ് കൈമാറണമെന്നുള്ളൊരു ഹർജിയും നൽകിയിരുന്നു. ഇതിനിടയിൽ മലപ്പുറം SP ആയിട്ടുള്ള S ശശിധരൻ ഈ മാമിയുടെ തിരോധാനത്തിൽ കേസ് CBIക്ക് വിടുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് DGP ഷെയ്ഖ് മുഹമ്മദ് ദർവേഷ് സാഹിബിന് കൈമാറുന്ന സാഹചര്യവും ഉണ്ടായി. ഈ നടപടിക്രമങ്ങളും ഈ സംഭവവികാസങ്ങളും എല്ലാം നടന്നിരിക്കെയാണ് ഇപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഒരു നടപടി DGP സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് കേസിൽ പരിശോധന നടത്തണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത്. എന്തായാലും ഈ കേസ് CBIക്ക് വിടണമെന്നുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു പോയിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് DGP ഇത്തരത്തിൽ പെട്ടെന്നൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. രജനി, ശരി. മാമിയുടെ തിരോധാന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ വിട്ടിരിക്കുകയാണ്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ്, ശുപാർശ പ്രകാരമാണ് DGP ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.